ട്രംപും BBC-യും തമ്മിൽ എന്താണ് പ്രശ്നം? ട്രംപിന്റെ പ്രസംഗം എഡിറ്റ് ചെയ്ത് പുലിവാല് പിടിച്ചിരിക്കുകയാണ് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. വിവാദങ്ങൾ മുറുകിയതോടെ നേതൃതലത്തിലുള്ളവർ കൂട്ടത്തോടെ രാജിവെച്ചൊഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ സമ്മർദ്ദം വേറെയും. $10 ബില്യൺ ട്രംപ് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. തെറ്റ് ഏറ്റുപറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചെങ്കിലും ട്രംപ് വിടുന്ന മട്ടില്ല. ഇതോടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് BBC. 2021 ജനുവരി 6-ാം തീയതിയിലെ US ക്യാപിറ്റോൾ കലാപത്തെക്കുറിച്ചുള്ള ഒരു BBC ഡോക്യുമെന്ററിയിൽ ട്രംപിന്റെ പ്രസംഗം തെറ്റായി എഡിറ്റ് ചെയ്തതാണ് വിവാദങ്ങളുടെ തുടക്കം. വാഷിംഗ്ടണിലെ US ക്യാപിറ്റോൾ ഹിൽ പാർലമെന്റ് കെട്ടിടത്തിൽ നടന്ന അക്രമ സമരം അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും കറുത്ത അധ്യായമായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. US ക്യാപിറ്റോളിന് സമീപം ദി എലിപ്സ് എന്ന സ്ഥലത്ത് ട്രംപ് ഒരു കൂറ്റൻ റാലി സംഘടിപ്പിച്ചിരുന്നു. 2020 തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച ട്രംപ് അനുകൂലികൾ ഇതിനിടെ പാർലമെന്റിലേക്ക് കടന്നുകയറി. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ട്രംപ് നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ വിവാദത്തിന്റെ കേന്ദ്രം. ഒരാഴ്ചയോളം നീണ്ടുനിന്ന വിവാദങ്ങൾക്കൊടുവിൽ 103 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള BBC-യുടെ ഡയറക്ടർ ടിം ഡേവിയും വാർത്താവിഭാഗം മേധാവി ഡെബ്ര ടർണസും രാജിവെച്ചു. ട്രംപിന്റെ വ്യത്യസ്ത വീഡിയോ തെറ്റായി എഡിറ്റ് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് തെറ്റായി പോയെന്നും BBC-യുടെ വിശ്വാസ്യതയ്ക്ക് കളങ്കം ചാർത്തിയെന്നും പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നിൽ ഇരുവരും സമ്മതിച്ചു. പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തായിരുന്നു ഈ രാജി. BBC ചെയർപേഴ്സൺ സമീർ ഷാ ഇത് സംബന്ധിച്ച് പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നിൽ കൂടുതൽ വിശദീകരണവും നൽകി മാപ്പും പറഞ്ഞു. സമീർ ഷായുടെ വിശദീകരണം വന്നതിന് പിന്നാലെയാണ് ട്രംപ് ഭീമമായ നഷ്ടപരിഹാര തുക ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. $10 ബില്യൺ, ഏകദേശം 8300 കോടിയാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നവംബർ 14-നകം തീരുമാനമുണ്ടാകണമെന്നും അറിയിച്ചിട്ടുണ്ട്.